ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. H3 ഹെസ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മറിച്ചതാണ്. ഇത് കോഴിക്കോടൻ ചായക്കടിയാണ്. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് 10 മുട്ടയാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് ഇത്. ഇതുണ്ടാക്കാൻ മുട്ടയും പഞ്ചസാരയും ഏലക്കായും മാത്രം മതി. ഞാൻ 10 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1/2 കപ്പാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കുറച്ച് കൂടുതൽ തന്നെ വേണം. ഇനി ഇതും നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഈ മുട്ടയിലേക്ക് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പെട്ടെന്ന് വൈകുന്നേരം വിരുന്നുകാർ വന്നാൽ ചായ തിളക്കുമ്പോഴേക്കും ഈ മുട്ട മറിച്ചത് നമുക്ക് റെഡിയാക്കാം. മുട്ടയും പഞ്ചസാരയും മാത്രമായതുകൊണ്ട് ഇത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയാവും. ഇനി ഇതിലേക്ക് ഏലക്ക ഒന്ന് കുത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്നാക്ക് ആയതുകൊണ്ട് വാനില എസൻസ് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഈ ഏലക്കായ ഇടുന്നതായിരിക്കും. ഞാൻ ഈ മുട്ട കലക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു ബൗളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രത്തിൽ കലക്കാൻ ശ്രമിക്കുക. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ മുട്ട മറിച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തേലാവുമ്പോൾ കൂടുതലായിട്ട് നെയ്യ് ആവശ്യം ഉണ്ടാവില്ല. ഇത് കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കുക്കറിലാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ നോൺ സ്റ്റിക്ക് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യ് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് നമുക്കിത് ചുറ്റി കൊടുക്കാം. ഈ നെയ്യ് സൈഡിലേക്കൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് നമ്മൾ ഒഴിച്ച മുട്ട കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് വേവാനും കുറച്ച് സമയത്തിന് മാറ്റം ഉണ്ടാവും. 15 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ മുട്ട മറിച്ചത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുട്ട മറിച്ചത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മറിച്ചത് റെഡി ആയിട്ടുണ്ട്. ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ കടി റെഡിയാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.